ഹലോ കൈ സുഖല്ലേ? രാവിലെ അടിച്ചിട്ട് നമുക്ക് ഭയങ്കര പൈപ്പ്. അപ്പൊ അപ്പത്തിന് കലക്കി വെച്ച മാവലുണ്ടായിന് ആടെ. ഒന്നും നോക്കിയിട്ടില്ല, അതെടുത്തിട്ട് നമ്മള് അപ്പം ചൂടാൻ തുടങ്ങി. നല്ല വെള്ളപ്പം ചൂടുന്നുണ്ട്, നല്ല വെള്ളപ്പവും നല്ല കറിയും. ചെറുപയർ കറി ഉണ്ടാക്കിന്. പിന്നെ ഇന്നലത്തെ ബീഫ് കറി ഉണ്ട്, അതും കുറച്ചെടുത്തിട്ട് നമ്മൾ തിന്നാൻ തുടങ്ങി. അൽഹംദുലില്ലാ. അങ്ങനെ പടപടാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിട്ട് നേരെ പണിക്ക് പോയിട്ടാ. അങ്ങനെ അവിടെ എത്തിയിട്ട് എല്ലാവരോടും സലാമും പറഞ്ഞിട്ട് നമ്മ പണി തുടങ്ങി. അവിടെ വണ്ടിയെല്ലാം കഴുകിക്കൊണ്ടുണ്ട്. നല്ല ഫ്രഷ് ഈത്തപ്പായെല്ലാം കിട്ടിയിട്ടുണ്ടായി. വായിലിട്ടിട്ടുണ്ടെങ്കിൽ അലിന്ന് അങ്ങത്തെ ഈത്തപ്പായ എന്ത് വാങ്ങ്. അജ്മല് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പൂച്ചക്കുള്ള വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ സൈക്കിൾ കയറാൻ വന്നിട്ട് അവിടെ ചായ പരിപാടിയെല്ലാം നടന്നുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഓഫീസിലേക്ക് ഒരാൾ വരുന്നു. ഇതാരാ മാവേലി? ഏത് മീശ അല്ലേ? ഒരു 1.5 മീശ തന്നെ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടാ. ഇന്നാണെങ്കിൽ എന്റെ മെസ്സും എന്തുണ്ടാക്കണം എന്നുള്ള തീരുമാനമെല്ലാം ഉണ്ടായി. ഇനി നല്ല മട്ടന്റെ തലക്കറി വെച്ചാലോ എങ്ങനെ ആവും എന്നുള്ളക്കറിയാം. മുമ്പ് വെച്ചിന് അതേപോലെ എന്നെ വെക്കാനുള്ള പരിപാടി. അവിടെ നോക്കുമ്പോ പലജാതി ഐറ്റവും പാർട്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് മട്ടന്റെ തല മതി, എങ്ങനെയാവും എന്നെല്ലാം വെച്ചിട്ട് തന്നെ അറിയണം ഇവരെല്ലാം കൂട്ടോ ഇല്ല എന്നെല്ലാം കണ്ടിട്ട് തന്നെ അറിയാം. ഒരു ലോഡ് ആടിനെ കൊണ്ട് ഒരു വണ്ടി പോന്ന്. ഇന്ന് ഫുള്ള് ആടുമയ തന്നെ. വൈകുന്നേരം ആയിട്ടാകുമ്പോ പിന്നെ വേട്ടക്കാർക്ക് ഈ ഏരിയയിലെ പാവ വേട്ടക്കാരന് യോനെ ആയിരിക്കും കേട്ടോ. അങ്ങ് തോന്നുന്നില്ല വേറെ ആരും കൊണ്ടുവന്ന്. കാരണം അങ്ങനത്തെ ഒരു മുതലാന്ന്. ഇടക്കിടക്ക് പൈസ പോലും ഉണ്ട് കേട്ടോ. അത് വേറെ വലുതെടുത്തെടുത്ത് ഇപ്പൊ ചെറുതാന്ന് മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പെണ്ണുങ്ങ വന്നിട്ട് പഠിച്ചോനെ ഇവരെ കളി കാണണ്ട. അവർക്ക് ഓരോന്ന് കിട്ടുമ്പോ തന്നെ പേരുന്ന നമ്മളാശാനാണെങ്കിൽ കൊട്ട നിറച്ചിട്ടാന്ന് കൊണ്ടുപോകല്. ഇതൊക്കെ എന്ത് റൂമിലെത്തിട്ട് നമ്മ മട്ടന്റെ പരിപാടി തുടങ്ങിയിട്ടാ. അത് ഉണ്ടാക്കണമല്ലോ. മസാലയെല്ലാം സെറ്റ് ആക്കിയിട്ട് നേരെ കുക്കറിലിട്ട് ആടെ അടിഞ്ഞോട്ട് 10-15 വിസിലാടെ കൂക്കാൻ വെച്ച് അങ്ങനെ കുക്കിക്കൊണ്ടിരിക്കട്ടെ. അതിന്റെ ഇടക്ക് നമ്മൊരു ഐറ്റം ഉണ്ടാക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അജ്മാലിൽ പോയിട്ടാകുമ്പോ അവിടുന്ന് ഗോതമ്പും കൊണ്ട് ഒരു സാധനം കഴിച്ചു. അത് ഉണ്ടാക്കണം ഇങ്ങനെ മനസ്സിലിങ്ങനെ തൊരങ്ങനെ ഉണ്ട്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, അത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കട്ടെ. ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. ഇവര് നല്ല പാല് ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെ ആവുന്നുള്ളതൊക്കെ അറിയാം. അതിന്റെ ഇടക്ക് ഗ്യാസും കഴിഞ്ഞ്. വീട്ടിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പാടെ ഗ്യാസ് വരും, കാത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വിറക് കത്തിക്കാനൊന്നും ഇല്ലേ. അങ്ങനെ മട്ടന്റെ തലയായിട്ടാകുമ്പോ അത് നേരെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നെ വട്ടത്തിൽ ഇരുന്നിട്ട് എല്ലാരും കൂടിയിട്ട് അങ്ങ് തിന്നല്. എന്റെ മോനെ നല്ല സ്മെല്ലെല്ലാം അടിക്കുന്നുണ്ട്. അത് പൊളിച്ചിട്ട് അതിന്റെ ബ്രെയിൻ ഉണ്ടല്ലോ അത് പുറത്തേക്ക് ഇട്ടിട്ട് കുറച്ച് ചാറില് മുക്കിയിട്ട് തിന്നുമ്പോണ്ടല്ലോ മനെ മജാ മജ. പപ്പനാണെങ്കിൽ അന്തപ്പെട്ടിട്ട് നോക്കുന്നുണ്ട്. ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാരും കൂടിയിട്ട് തിന്നിട്ടാ. അപ്പൊ ഓക്കെ ബൈ.